ബുധനാഴ്ച രാവിലെ 11:30യോടെയാണ് ഔദ്യോഗിക ചുമതലയേൽക്കാൻ കുടുംബത്തോടൊപ്പം DR മേഘശ്രീ കളക്ടറേറ്റിലേക്ക് എത്തിയത്. തുടർന്ന് ADM കെ ദേവകി പൂക്കൾ നൽകി ജില്ലാ കളക്ടറെ സ്വീകരിച്ചു. ചേംബറിൽ വെച്ച് ഡോക്ടർ രേണുരാജ് മേഘശ്രീക്ക് ചുമതലകൾ കൈമാറി. വയനാട് ജില്ലാ കളക്ടറായി പ്രവർത്തിക്കാൻ കിട്ടിയ അവസരം മികച്ചതാണെന്ന് കളക്ടർ പറഞ്ഞു. പട്ടികവർഗ വികസന വകുപ്പ്, കൃഷി, വിദ്യാഭ്യാസം, തദ്ദേശ സ്വയംഭരണം തുടങ്ങി വൈവിധ്യമാർന്ന മേഖലകളിൽ പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ജില്ലയാണ് വയനാടെന്നും തുടർ പ്രവർത്തനങ്ങൾക്ക് ഉദ്യോഗസ്ഥരുടെയും വയനാടൻ ജനതയുടെയും സഹകരണമുണ്ടാകണമെന്നും കളക്ടർ പറഞ്ഞു. ഇപ്പോൾ ജില്ലയുടെ എന്താണ് വികസന ആവശ്യങ്ങളൊന്നും മനസ്സിലാക്കാൻ കുറച്ച് സമയം വേണ്ടി വരും. അതൊക്കെ നോക്കിയിട്ട് ആവശ്യമായിട്ടുള്ള നടപടി എടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുമാത്രമല്ലാതെ ഇവിടെ ജനപ്രതിനിധികളും LSD ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഡിപ്പാർട്ട്മെൻറ്റ്സിനെ കൂടി ഒരു നല്ല 2 വർഷത്തെ കാലത്തേക്ക് ഒരു നല്ല വർക്ക് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ, ഭരണ സംവിധാനം കൂടുതൽ ജനസൗഹൃദമാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പൂർത്തീകരിച്ചത് അച്ഛൻ്റെ ആഗ്രഹമാണെന്നും ചുമതലയേൽക്കുന്നത് കാണാൻ കുടുംബവും ഒപ്പമുണ്ടെന്നും ജില്ലാ കളക്ടർ കൂട്ടിച്ചേർത്തു. എൻ്റെ കൂടെ എൻ്റെ അച്ഛനുണ്ട്, അച്ഛനും പിന്നെ ഹസ്ബൻഡുണ്ട്, പിന്നെ 2 കുട്ടികളാണ്. വിസ്മയ 6 വയസ്സ്, ധൃതി 4 വയസ്സാണ്. കളക്ടറായിട്ട് കാണുന്നത് അച്ഛൻ്റെ വലിയ ആഗ്രഹമാണ്. അപ്പോൾ ഇന്ന് ഫുൾ ഫാമിലി ഇവിടെ ഉണ്ട്. നിലവിൽ ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജിന് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടറായി നിയമനം ലഭിച്ചതിനെ തുടർന്നാണ് വയനാടിൻ്റെ 35ാമത് കളക്ടറായി DR മേഘശ്രീ ചുമതലയേറ്റത്. 2017 IAS ബാച്ച് ഉദ്യോഗസ്ഥയായ DR മേഘശ്രീ കർണാടക ചിത്രദുർഗ സ്വദേശിയാണ്. സി മലയാളം ന്യൂസ്, വയനാട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.